നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശക്തി. 8848296441 ഇതിൻ്റെ മൊബൈൽ നമ്പർ. ഇതെൻ്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഇന്ത്യാന ക്യൂവിൻ്റെ ഒരു നല്ല പ്ലാന്റാണ്. അവിടെ നിറഞ്ഞ് പൂച്ചെടികളാണ്. അപ്പോൾ രണ്ട് അഗ്ലോണിമ മാത്രമാണ് അവരുടെ വീട്ടിലുണ്ടായിരുന്നത്. പക്ഷേ ഇത് നിറച്ചും ഇലപ്പേൻ വന്ന് മൂടിയിട്ട് മരുന്ന് എന്തെങ്കിലും സ്പ്രേ ചെയ്തൊന്ന് ക്ലിയർ ആക്കി കൊടുക്കാൻ കൊണ്ടുവന്നാണ്. അവിടെ കുഞ്ഞു മക്കളുള്ളതുകൊണ്ട് അവിടെ സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സാധാരണ ഈ ചെടിയുടെ ലീഫിൻ്റെ ഈ ഇലപ്പേൻ വരുന്നത് അങ്ങനെയാണ്. ലീഫിൻ്റെ താഴ്ഭാഗത്ത് നിറഞ്ഞു കവിഞ്ഞ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒറ്റ നോട്ടത്തിൽ ഈ ചെടി കണ്ടാൽ ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗത്ത് എങ്ങുമില്ല ഇലപ്പേൻ. പക്ഷേ കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ താഴോട്ടുള്ള അതിൻ്റെ ലീഫുകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കട്ട് ചെയ്തിട്ട് ആ സ്റ്റെമ്മിനോട് ചേർന്നുള്ള ഭാഗം ചെറുതായിട്ടൊന്ന് നമ്മൾ ഈ കത്തി കൊണ്ടൊന്ന് അടത്തി നോക്കിയപ്പോഴാണ് ഇലപ്പേൻ പൊറ്റ പിടിച്ചിരിക്കുകയാണ് പറയില്ലേ, അത്രമാത്രം അങ്ങ് നിറഞ്ഞു കവിഞ്ഞ ആ സ്റ്റെമ്മിലേക്ക് പറ്റി പിടിച്ച് ഇരിക്കുകയാണ്. ഇങ്ങനെ ഇലപ്പേൻ പിടിച്ചാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഈ നമ്മുടെ സ്റ്റെമ്മിലെ നീര്, ഈ ചെടിയുടെ നീര് കംപ്ലീറ്റ് ഇത് ഊറ്റി കുടിക്കും. ഊറ്റിയെടുത്ത് കഴിയുമ്പോൾ ഈ ചെടി മെല്ലെ മെല്ലെ അഴുകാൻ തുടങ്ങും. അങ്ങനെ കംപ്ലീറ്റ് ഈ ചെടി നശിച്ചു പോവുകയാണ് പതിവ്. കണ്ടോ, ഇങ്ങനെയാണ് ഇലപ്പേൻ ഇരിക്കുക. ഇതിനെ നമ്മൾ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കും? സ്റ്റെമ്മിനോട് ചേർന്ന് ലീഫും സ്റ്റെമ്മിൻ്റെ ആ തുടക്കത്തിൽ ഇത് നമുക്ക് താഴെ നിങ്ങൾ ലീഫുള്ളപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടില്ല. അപ്പോൾ ഇലപ്പേൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇലകളെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ സ്റ്റെമ്മിനോട് ചേർന്ന ഭാഗം ഇതുപോലെ മെല്ലെ കത്തി കൊണ്ട് തന്നെ താഴേക്ക് മെല്ലെ മെല്ലെ സ്റ്റെമ്മ് കട്ട് ചെയ്യാതെ ആ ലീഫിൻ്റെ ആ തുടക്കമുള്ള ഭാഗം ഉണ്ടല്ലോ, ഇതാ ഇപ്പോൾ കാണിക്കുന്ന പോലെ ഇതുപോലെ മെല്ലെ അടത്തി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുക. കണ്ടോ ആ ഭാഗത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഭാഗത്ത് സ്റ്റെമ്മിന് എവിടെയെങ്കിലും ശകലമെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളവിടെ പെട്ടെന്ന് തന്നെ സാഫ് തേച്ചേക്കുക. സ്റ്റെമ്മ് കട്ട് ചെയ്യാതെ അതിലെങ്ങും സ്റ്റെമ്മിലേക്ക് നമ്മുടെ കത്തി തൊടാതെ ലീഫിൻ്റെ ഈ ഭാഗം ചേർന്നിരിക്കുന്ന ഭാഗം മെല്ലെ മെല്ലെ ചെത്തി അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിർബന്ധമായിട്ടും ഈ തിങ്കളാഴ്ചയാണ് നിങ്ങൾ അഡ്മയർ സ്പ്രേ ചെയ്യുന്നതെങ്കിൽ അടുത്ത തിങ്കളാഴ്ച നിർബന്ധമായിട്ടും ടാറ്റാമിഡ സ്പ്രേ ചെയ്യുക. അതിനടുത്ത ആഴ്ച കോൺടാഫ് സ്പ്രേ ചെയ്യുക. ഇങ്ങനെയുള്ള മരുന്നുകൾ സ്പ്രേ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ചെടി രക്ഷപ്പെട്ട് കിട്ടുകയുള്ളൂ. ഇനി അടുത്തൊരു സംശയം, പോട്ടി മിക്സ്. ഈ ചെടികളെ നമ്മൾ മരുന്ന് സ്പ്രേ ചെയ്യുമ്പോൾ ഇതെല്ലാം ചത്തു വീഴുന്നത് ഈ പോട്ടി മിക്സിലാണല്ലോ. അതെന്ത് ചെയ്യും എന്നുള്ളത്, അത് ഈ പോട്ടി മിക്സിൽ നിന്നും മാറ്റാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഇനി അത് നിങ്ങളിത് മാറ്റാൻ തയ്യാറല്ല എങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പോട്ടി മിക്സ് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ പോട്ടി മിക്സിലേക്ക് നന്നായിട്ട് ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെടിയിൽ സ്പ്രേ ചെയ്യുന്ന പോലെ തന്നെ പോട്ടി മിക്സ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ മരുന്ന് പോട്ടി മിക്സിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന നമ്മുടെ ചെടിക്ക് വേണ്ടാത്ത ഘടകങ്ങളൊക്കെ നിർജ്ജീവമായിക്കൊള്ളും. കണ്ടോ, ഇതുപോലെയാണ് പറ്റി ഇരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒപ്പം ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. ഞങ്ങളെപ്പോലെയുള്ള തുടക്കക്കാർക്ക് നിങ്ങൾ നൽകുന്ന ഈ ഒരു ലൈക്കും ഷെയറും സബും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണണേ, സ്കിപ്പ് ചെയ്ത് പോവാതെ ഈ വീഡിയോ കണ്ട് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മനസ്സുണ്ടാവണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് പോയി വരാം. താങ്ക് യു. ബൈ.